ശബരിമല ദ്വാരകപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും ഇതിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. സഹോദരിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണപീഠം കണ്ടെത്തിയതോടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ഗൂഢാലോചന സംശയിച്ച് ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്തു വന്നു. ഉണ്ണികൃഷ്ണനെ വിശ്വസിക്കാനാകില്ലെന്നും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും ദേവസ്വം മന്ത്രി വിമർശിച്ചു. അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടോയെന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് SP നേതൃത്വത്തിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ്. കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രണം സംശയിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും തുറന്നടിച്ചു. ദേവസ്വം വിജിലൻസ് SP ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കുന്നതുവരെ എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. കോടതി അലക്ഷ്യമാകാൻ പാടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? പീഠം കാണാനില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 25-ന് പാക്കറ്റിൽ പൊതിഞ്ഞ സാധനം തന്നുവെന്ന് സഹോദരി മിനിയും ഭർത്താവും സ്ഥിരീകരിച്ചു. പീഠമെന്ന് അറിയാതെയാണ് വാങ്ങിവെച്ചെന്നും ക്ഷേത്രത്തിലേക്കുള്ള ഷീൽഡ് എന്ന് പറഞ്ഞാണ് പീഠം കൈമാറിയതെന്നും ഇരുവരും പറയുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവർ വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള്, പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വയ്ക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവര് തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് എത്രത്തോളം. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല.
അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വന്ന് വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിൻ്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. എന്തായാലും വമ്പൻ ട്വിസ്റ്റാണ് ഈ സംഭവത്തിൽ ഉണ്ടാവുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, സർക്കാരിനെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ്. അയ്യപ്പ സംഗമത്തിനിടയിലാണ് ശബരിമലയിലെ സ്വർണം സർക്കാർ അടിച്ചുകൊണ്ടുപോയി അതിന് കൂട്ടുനിന്നു. അങ്ങനെ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഒരേ രീതിയിൽ പ്രതിക്കൂട്ടി നിർത്തി പ്രതിപക്ഷവും സംഘപരിവാർ സംഘടനകളും ഒക്കെ രംഗത്ത് വന്നതാണ്. സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നതിന് സർക്കാർ കൂട്ടുനിന്നു. അങ്ങനെ വലിയ ആക്ഷേപമാണ്, വലിയ ഗുരുതരമായ ആക്ഷേപമാണ്. കോടതി ഇടപെട്ട വിഷയം കൂടെയാണ്. ഈ വിഷയത്തിലാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. എന്തായാലും സർക്കാർ ഇതിൽ ഗൂഢാലോചന ആരോപിക്കുകയാണ്. കോടതി നിരീക്ഷണം വന്നതിന് ശേഷം കൂടുതൽ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുമെന്ന് കരുതണോ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും? തീർച്ചയായിട്ടും അത്തരം ശ്രമമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. സൈഡ് സൂചിപ്പിച്ച പോലെ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ്. സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഈ സ്വർണത്തിന് ഉത്തരം പറയണം. സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി, പീഠം അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. അതിന് കാരണമായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹൈക്കോടതി നൽകിയ ഒരു സത്യവാങ്മൂലമാണ്. ഞാൻ 2 പീഠങ്ങൾ ഈ സ്വർണത്തിന് ദ്വാരപാലക ശില്പത്തിനൊപ്പം നൽകിയിരുന്നു, അത് രണ്ടും കാണാനില്ല എന്നായിരുന്നു ഇയാളുടെ ആരോപണം. തുടർന്നാണ് ഹൈക്കോടതി അത് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് പീഠങ്ങൾ കണ്ടെടുത്തത് എന്ന് അയാളുടെ സഹോദരി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഈ ഒരു നീക്കം നടത്തിയതെന്നാണ് ഇനി പുറത്തു വരേണ്ടത്. കാരണം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജിയാണ് ഹൈക്കോടതി അറിയിച്ചത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണമല എന്ത് സാധനം മാറ്റുമ്പോഴും അത് കൃത്യമായി കോടതി അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ആ കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജില്ലാ ജഡ്ജി ഹൈക്കോടതി അത് അറിയിച്ചത്. അങ്ങനെയാണ് ഇത്തരം ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിനൊപ്പം നമുക്ക് അറിയുന്ന വിവരം, ഈ സ്പോൺസർമാർ ആരാണ്, ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയതിന്റെ സ്പോൺസർമാർ ആരാണ്, അവരുടെ വിവരങ്ങൾ കൂടി ഹൈക്കോടതി അന്വേഷിച്ചു. ആ അന്വേഷണത്തിനിടയിലാണ് ആ അന്വേഷണം വഴിതെറ്റിച്ച് വിടാൻ എന്ന വിധമാണ് ഇപ്പോൾ, അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ കരുതുന്നത്. ആ അന്വേഷണം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനൊപ്പം 2 ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പം 2 പീഠങ്ങൾ കൂടി, സ്വർണ്ണ പീഠങ്ങൾ കൂടി നൽകിയിരുന്നു. അതിപ്പോൾ കാണാനില്ല. എന്നാൽ ദേവസ്വം ബോർഡ് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം ശബരിമലയിൽ വരുന്ന എല്ലാ വസ്തുക്കളും അത് വില കുറഞ്ഞതായാലും കൂടിയതായാലും എല്ലാം കൃത്യമായി മഹസർ രേഖപ്പെടുത്തിയാണ് അവിടെ മഹസർ എഴുതിയാണ് അവിടെ സൂക്ഷിക്കാറുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് രേഖകളിലൊന്നും ഇത്തരത്തിൽ പീഠങ്ങൾ ലഭിച്ചിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയതാണോ എന്ന് അറിയാൻ വേണ്ടി ദേവസ്വം ബോർഡ് അവരുടെ സ്ട്രോങ് റൂമിലെല്ലാം ഈ കോടതിയിൽ ഈ വിഷയം വന്ന ശേഷം വിശദമായ പരിശോധന നടത്തി. അപ്പോൾ ഒരിടത്തും ഇത്തരത്തിൽ പീഠങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല. പീഠങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ അതിന് മഹസർ രേഖയുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ മഹസർ രേഖ എഴുതാതെയാണെങ്കിൽ പോലും അവിടെ ഉണ്ടാകണം. അത്തരത്തിൽ ഒരു തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ പീഠമോ അവിടെ ഇല്ല എന്ന് ദേവസ്വം ബോർഡിന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അന്വേഷണം പോയത്. അങ്ങനെയാണ് ദേവസ്വം വിജിലൻസ് ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ പിടിച്ചെടുത്തത്. അത് ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. റിപ്പോർട്ട് വൈകാതെ നാളെ ഹൈക്കോടതിയിൽ കൊടുക്കുകയും ചെയ്യും. 99-ലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിൽ സ്വർണം പൂശൻ വിജയമല്യ എന്ന വ്യവസായിയാണ് സ്വർണം പൂശിയത്. അതിൽ 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ ഭാഗം മങ്ങി തുടങ്ങി. അതുകൊണ്ടാണ് അത് വീണ്ടും ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശാൻ നിർദ്ദേശം നൽകിയത്. അവിടെ അത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിനെ സമീപിച്ച സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾ നേരത്തെ കുറെ നാൾ ശബരിമലയിലും ചില ശാന്തിമാരുടെ കീഴ്ശാന്തിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ബന്ധമുള്ളയാളാണ്. പിന്നീട് ഇയാൾ ഇപ്പോൾ ബംഗളൂരു വ്യവസായി, തിരുവനന്തപുരം സ്വദേശിയാണ്, ബംഗളൂരു വ്യവസായി എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഈ ശില്പങ്ങൾ സ്വർണം പൂശാൻ 2019 അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ചെന്നൈയിലാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്. 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് അന്ന് ഈ സ്വർണം പൂശി വരുമ്പോൾ ഇയാൾ പറഞ്ഞത്. പക്ഷേ ആ 40 വർഷത്തെ ഗ്യാരണ്ടി പിന്നീട് ഉണ്ടായില്ല. ഈ 2025 ആകുമ്പോൾ വീണ്ടും ആ ശില്പങ്ങൾ മങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് വീണ്ടും ഇത് സ്വർണം പൂശാൻ നിർദ്ദേശിച്ചത്. അപ്പോഴാണ് ഇയാൾ വീണ്ടും ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കോടതി അറിയിച്ചില്ലാത്തതാണ് ഈ വാർത്തകൾ പുറത്തു വരാനും ഈ വിവരങ്ങൾ പുറത്തു വരാനും ഇടയാക്കിയത്. അവിടെയാണ് കോടതി ഇടപെടലുണ്ടായത്. ഏതായാലും ഇയാളിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണം തിരികെ വെച്ചോ അല്ലെങ്കിൽ സ്വർണം പൂശി എന്ന കാര്യത്തിൽ ഒക്കെ വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്റെ പക്കലുള്ള തന്റെ സഹോദര വീട്ടിൽ സൂക്ഷിച്ച ഒരു സാധനം കാണാനില്ല എന്ന് ഇയാൾ
കോടതിയെ അറിയിച്ചെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടായിരിക്കുന്നത്. സർക്കാരും ദേവസ്വം ബോർഡ് ആശ്വസിക്കാവുന്ന ഒരു യെസ് അരുണ്, ഞാൻ മടങ്ങി വരാം. അരുണ്, ആർ വി ബാബു